ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്ലാമിലെ 100 അനാചാരങ്ങൾ. 100 മേലുള്ള അനാചാരങ്ങളുണ്ട്. അതിൽ 100 മാത്രം ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു സഹാബിയുമായിരിക്കില്ല. അത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഉമ്മാമ്മമാരായിരിക്കും. അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് അവർ മതത്തിലേക്ക് കൂട്ടിക്കലർത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് പലപ്പോഴും ചില പണ്ഡിതന്മാരും ഹദീസുകൾ കൂട്ടിച്ചേർക്കാറുണ്ട്. അങ്ങനെ ഉമ്മാമ്മമാരും പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്ത 100 ഹദീസുകൾ, ആ 100 തെറ്റിദ്ധാരണകൾ, അത് ഇസ്ലാമിനെ പലരുടെ മുമ്പിലും അപഹാസ്യപ്പെടുത്തും. ഇസ്ലാമിനെ പലരുടെ മുമ്പിലും നാണം കെടുത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ മതത്തിൻ്റെ ഭാഗമാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് യഥാർത്ഥത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ കഴിയാതെ വരുന്നു. ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വയം നശിച്ചതിന് മാത്രമുള്ള ശിക്ഷയല്ല, ഒരു സമൂഹത്തെ തന്നെ തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുപോയതിനും ഈ ഒരു സമുദായത്തെ തന്നെ നശിപ്പിച്ചതിനുമുള്ള ശിക്ഷയാണ്. ഇസ്ലാം മതം പ്രവാചകൻ പറയുന്നത് പ്രകാരം അദ്ദേഹത്തോടു കൂടി ഇസ്ലാം മതം പൂർത്തിയാവുകയാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ വെട്ടിക്കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിലേക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ കൂട്ടിച്ചേർക്കാനോ, അത് നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ പോലും തെറ്റ് തന്നെയാണ്. മഹാഭാരതത്തിൽ ഒരു മഹാമനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഉടലോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട മനുഷ്യനാണ് എന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഒരു വട്ടം നരകത്തെ കാണേണ്ടതായിട്ടുണ്ടായി. അതിന് കാരണം എന്തെന്നാൽ, അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരിക്കൽ ഒരു കള്ളത്തിന് അദ്ദേഹം കൂട്ടു നിൽക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞതുമില്ല, അനുകൂലിക്കുക മാത്രമാണ് ചെയ്തത്, മൗനം പാലിക്കുകയാണ് ചെയ്തത്. അത് കാരണമായിട്ടാണ്. എന്നാൽ ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് ഒരു കാരണവശാലും കള്ളം പറയാനോ കള്ളം പ്രചരിപ്പിക്കാനോ പാടില്ല. യുധിഷ്ഠിരൻ ഏത് രീതിയിലാണോ ജീവിച്ചത് അതേ രീതിയിൽ ഓരോ മുസ്ലിമും ജീവിക്കണമെന്നാണ് ഇവിടെ വളരെ ശക്തമായ രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നത്. ആകയാൽ കള്ളത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങളുടെ മതം വളർത്താനാണോ അല്ലെങ്കിൽ നിങ്ങൾ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണോ, നിങ്ങൾ എന്ത് തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണേലും ഒരു കള്ളക്കഥയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കള്ളക്കഥയെ പൊളിച്ചടിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. കള്ളത്തിന് യാതൊരു പ്രാധാന്യമില്ല, സത്യത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. നിങ്ങളുടെ മതം വളർത്താനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഫോണിലേക്ക് അള്ളാഹു മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പിൽ സന്ദേശം അയച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണങ്ങൾ നിങ്ങൾ നടത്തുകയാണെങ്കിൽ, പല മതങ്ങളിൽ ഇതുപോലെ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആളെ കൂട്ടുന്ന രീതി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ നാശം അടുത്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഇന്നലെ കർത്താവ് മെസ്സേജ് അയച്ചു, കർത്താവ് വാട്സപ്പിൽ വോയിസ് റെക്കോർഡ് അയച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം എന്നൊക്കെയുള്ള രീതിയിൽ ആളെ കൂട്ടുന്ന ഒരു സംഭവം, ഒരു സമ്പ്രദായം ഇത് ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ആളെ കൂട്ടണ്ട, ഇത് ആളെ കൂട്ടുന്ന ഒരു പരിപാടി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്ക് കിടക്കാം 100 അനാചാരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഇസ്ലാമിൻ്റെ പേരിൽ വെള്ളത്തിൽ തുപ്പിയിട്ട് കുടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ളതാണ്. മൗലിയാക്കന്മാർ എന്താണ് ഇവന്മാരുടെ ഉമിനീര്, എന്താണ് ഇവന്മാരുടെ ഉമിനീര് എന്തെങ്കിലും ശിഫ ഉണ്ടാക്കുന്നുണ്ടോ, ഇവന്മാരുടെ ഉമിനീര് കഫം എന്നിവയെ ശിഫ എന്ന് വിശ്വസിപ്പിക്കൽ രണ്ടാമത്തെ അനാചാരമാണ്. മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ മന്ത്രവാദമാക്കൽ, റുക്കിയെ മന്ത്രവാദമാക്കൽ, അതുപോലെ തന്നെ ദുവ വ്യാപാരമാക്കൽ. നമ്മൾ ദുവാ ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യാം, നിങ്ങൾ എനിക്ക് പൈസ തരൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞ് ദുവാ ചെയ്യൽ, ഇത് അനാചാരമാണ്. അതുപോലെ തന്നെ പണം വാങ്ങി ഗ്യാരണ്ടിയുള്ള രോഗശമനം കൊടുക്കൽ, ഞങ്ങൾ ഗ്യാരണ്ടിയോടുകൂടി രോഗശമനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങുന്നത്, ഇതൊക്കെ അനാചാരമാണ്. കല്ല്, നൂല്, ലോക്കറ്റ് എന്നിവയൊക്കെ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ ചെവിയിലും കഴുത്തിലും അരയ്ക്ക് ചുറ്റും കെട്ടിക്കൊടുക്കുന്നതൊക്കെ അനാചാരമാണ്. അതുപോലെ തന്നെ താവീസ് ഇസ്ലാമുമായിട്ട് കൂട്ടിക്കൊടുക്കൽ, ജിന്നിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, ജിന്ന് നമ്മുടെ കൈവശമുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജിന്നിനെ കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് തരാം എന്നൊക്കെ പറയുന്നത് ഇത് ഒരു അനാചാരമാണ്. അതുപോലെ തന്നെ രോഗം, ജിന്ന് പ്രവേശിക്കുന്നത് കാരണമായിട്ടാണ് മനുഷ്യന് രോഗമുണ്ടാകുന്നത് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കൽ അനാചാരമാണ്. അതുപോലെ തന്നെ മെഡിക്കലായിട്ടുള്ള ചികിത്സകൾ, നമുക്ക് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ചികിത്സകളെ തടയാൻ, ആ ചികിത്സകളെ തടഞ്ഞുകൊണ്ട് അവർ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ജിന്നിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ ചെയ്തുകൊണ്ട് അവർക്ക് ശിഫ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറയുന്നത് അനാചാരമാണ്. മറ്റൊന്ന് ഖബറിനോട് സഹായം ചോദിക്കൽ, ഏതെങ്കിലും ഒരു മരണപ്പെട്ട വ്യക്തിയുടെ ഖബർ ചെന്ന് സന്ദർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് അദ്ദേഹം മഹാനായിരുന്നിരിക്കാം എന്ന് കരുതി ആ മഹാനായ വ്യക്തിയുടെ ഖബറിനെ ചെന്ന് സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സഹായം ചോദിക്കൽ, ഇത് ഇല്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഖബറിനെ ചുറ്റിക്കറങ്ങലും മരിച്ചവരോട് ദുആ ചോദിക്കലും ചിലരെയൊക്കെ ദൈവിക ശക്തിയുള്ളവരാക്കലൊക്കെ ഇതിൽ പെടുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം 14ഓളം കാര്യം പറഞ്ഞു. 15ാമത്തെ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വലികളെ ചോദ്യം ചെയ്യരുത് എന്ന് പഠിപ്പിക്കൽ. അതായത് നമുക്ക് പറഞ്ഞു തരുന്ന ഉസ്താദന്മാരെ നമുക്കൊരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല, തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്ന് പഠിപ്പിക്കുന്നത് നിഷിദ്ധമാണ്. ഇതിലുള്ള കാര്യമല്ല. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിച്ചു തന്നെ പഠിക്കണം. അത് പറഞ്ഞു തരാനുള്ള അറിവ് അവർക്കില്ല എങ്കിൽ അതിന് അർത്ഥം ചോദിക്കൽ, വായടപ്പിക്കലല്ല എന്നുള്ളതാണ്. 16ാമത്തെ, വ്യക്തികളെ മതത്തേക്കാൾ വലുതാക്കരുത്. ഒരു വ്യക്തിയെ പോലും മതത്തേക്കാൾ വലുതാക്കിക്കൊണ്ട് അവരുടെ കൈ മുത്തിക്കൊണ്ട് അവരുടെ കാല് പിടിച്ചുകൊണ്ട് കാല് കഴുകി വെള്ളം കുടിച്ചുകൊണ്ടൊന്നും പോകാൻ ഈ മതം ആരോടും പറയുന്നില്ല. പിന്നെ 17, അവരറിയുമെന്ന വിശ്വാസം. നമ്മളുടെ ഏതെങ്കിലും ഒരു കാര്യം മറ്റൊരു മനുഷ്യൻ അറിയാനുള്ള കഴിവ് അവർക്കുണ്ട് അല്ലെങ്കിൽ കറാമത്തുണ്ട് എന്നുള്ള വിശ്വാസമൊക്കെ ഇതിലുള്ളതൊന്നുമല്ല. അതുപോലെ തന്നെ സ്വപ്നങ്ങളെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്വപ്നം പറഞ്ഞ ആളുകളെ നിയന്ത്രിക്കൽ, ഇതൊന്നും ഇതിൽപ്പെട്ടതല്ല. ഇതൊക്കെ അനാചാരങ്ങളാണ്. അതുപോലെ തന്നെ ആത്മീയത അന്ധവിശ്വാസമാണെന്ന് കാണിക്കൽ, ആത്മീയമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ആത്മീയമായിട്ടുള്ള യാത്രയെ അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു വരുത്തൽ, ഇതെല്ലാം ഇതിൽപ്പെട്ടതല്ല. അതുപോലെ തന്നെ മധ്യസ്ഥനില്ലാതെ ദുആ കേൾക്കില്ലെന്ന് പറയുന്നത് നമുക്കറിയാം. ഹുബലിനെയും അതുപോലെ തന്നെ
മുൻപ് കാലത്ത് അറബികൾ ചെയ്തതുപോലെ ലാത്ത, ഉസ്സ, മനാത്ത് എന്നുള്ളവരെയൊക്കെ ഇടനിലക്കാരാക്കി വെച്ചുകൊണ്ട് പരമോന്നതനായിട്ടുള്ള ദൈവത്തിനോട് അല്ലെങ്കിൽ പരമാത്മാവിനോട് നിങ്ങൾ ദുആ ചെയ്തതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളെ എത്തിക്കാൻ ഒരു മധ്യസ്ഥൻ ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് മുൻകഴിഞ്ഞു വന്ന അറബികൾ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുത്. അത് നിഷിദ്ധമാണ്. ഇനി 21 മുതൽ 30 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മതം പേടി എന്ന് പഠിപ്പിക്കൽ, പേടിപ്പിച്ചുകൊണ്ട് മതത്തിലേക്ക് ആൾക്കാരെ ചേർക്കൽ, പേടിപ്പിച്ചുകൊണ്ട് നീ നിനക്ക് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പേടിപ്പിക്കുന്നത്, കുട്ടികളെ നരകഭീതിയിലൂടെ വളർത്തൽ, കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അള്ളാഹു നിന്നെ അങ്ങനെ ശിക്ഷിക്കും, അള്ളാഹു നിന്നെ വറുത്തു കോരി തട്ടും, അള്ളാഹു എന്താ സൈക്കോ, പടച്ച തമ്പുരാനെ ഒരു സൈക്കോയാക്കി കുട്ടികളുടെ മുമ്പിൽ ചിത്രീകരിച്ചു. കുട്ടികൾ അള്ളാഹെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ദൈവം സ്നേഹമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ദൈവം ഒരു സൈക്കോയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കൽ, അത് കുട്ടികളുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികളെ വിശ്വാസത്തിലേക്ക് ചേർക്കൽ, ഇതൊക്കെ നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചിരിക്കുന്നത്, ഒരു വ്യക്തി ചിരിച്ചാൽ, അമിതമായിട്ട് ഒരു വ്യക്തി ചിരിച്ചു പോയാൽ അത് ഹറാമാണ്, നിനക്ക് അങ്ങനെ ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഹദീസുകളൊക്കെ, ഉമ്മാമ്മമാരെ എഴുതി ചേർത്തിട്ടുള്ള ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സന്തോഷത്തെ പാവമാക്കൽ, ഒരാൾക്ക് നീ അത്ര സന്തോഷിക്കാനൊന്നും പാടില്ല, നിനക്ക് സന്തോഷത്തിന് പിറകെ ദുഃഖം വരും. ദുഃഖം വരട്ടെ, ദുഃഖം വരുമ്പോൾ നമ്മൾ ദുഃഖിച്ചാൽ പോരെ, സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കാതിരിക്കേണ്ട എന്ത് കാരണം കൊണ്ടാണ്? സന്തോഷം പാവമാക്കൽ. അതുപോലെ തന്നെ കരുണ മറച്ച് ശിക്ഷ മാത്രം പറയില്ല. അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ആൾക്കാരെ പേടിപ്പിച്ച് മതത്തിലോട്ടാക്കിയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം എത്രത്തോളം തന്നെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനുള്ള ശിക്ഷ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ സൽക്കർമ്മം ചെയ്താൽ അതിന് 10 കൂലി ഉണ്ടെന്നാണ് പറഞ്ഞത്. 10 സൽക്കർമ്മങ്ങൾ ചെയ്ത കൂലി ഉണ്ടെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു അത്രത്തോളം കാരുണ്യത്തെയും അത്രത്തോളം നന്മയും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്മളെന്താണ് ആ ഒരു കാരുണ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ശിക്ഷ, ദൈവത്തിൻ്റെ ശിക്ഷയെ മാത്രം ഊന്നി പറഞ്ഞുകൊണ്ട് അതിനെ മാത്രം എടുത്തങ്ങ് പൊലിപ്പിച്ച് വെച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തെറ്റാണ്. അതുപോലെ തന്നെ സ്ത്രീയെ സ്ഥിരം പാപിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഏർപ്പാട് ഇതിനകത്തുണ്ട്. സ്ത്രീകൾ മുഴുവൻ പാപികളാണ്, സ്ത്രീകൾ നരകത്തിന് അവകാശികളാണ് എന്ന് മുദ്ര കുത്തുന്ന ഒരു രീതി ഇതിൽ പല ഹദീസുകളും ഉമ്മാമ്മമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉമ്മാമ്മമാരുടെ ഹദീസുകളെല്ലാം തെറ്റാണ്. അതുപോലെ തന്നെ പുരുഷാധിപത്യം, ഇസ്ലാം എന്ന് പഠിപ്പിക്കൽ ഒരു തെറ്റാണ്. കാരണം പുരുഷന്റെ ആധിപത്യമാണ് ഇവിടെ നടക്കുന്നത്, പുരുഷന്മാരാണ്. അങ്ങനെയല്ല, ഒരു വ്യക്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പുരുഷന്റെ ശരീരത്തിലുണ്ടായാലും ഒരു സ്ത്രീയുടെ ശരീരത്തിലുണ്ടായാലും ആത്മാവ് ഒന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആത്മാവിന് തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ്. അത് സ്ത്രീ ആയതുകൊണ്ടോ പുരുഷനായതുകൊണ്ടോ അവിടെ യാതൊരു മാറ്റവും ഇല്ലാതെ മനസ്സിലാക്കണം. ആത്മാവ് ദൈവത്തിങ്കൽ നിന്നുള്ളതാണ് മനസ്സിലാക്കണം. അതൊന്നും അറിയാതെ സ്ത്രീ താഴെത്തട്ടിൽ ഞങ്ങൾ പുരുഷന്മാരങ്ങ് എവിടെയൊക്കെ മേൽത്തട്ടിൽ ഭയങ്കര സ്ഥാനങ്ങളുള്ളവരാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ തെറ്റാണ്. അതുപോലെ തന്നെ സഹിഷ്ണുതയെ ദൗർബല്യം എന്ന് പറയലും, അതുപോലെ തന്നെ ചോദ്യങ്ങളെ കുഫ്രാക്കലും, ഒരാളൊരു ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് കുഫ്രാക്കലും ഒക്കെ ഇതിന് അകത്തുണ്ട്. ഇനി 31 മുതൽ 40 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖുർആൻ വിവർത്തനം ഹറാമാണെന്ന് പറയൽ. ഏതെങ്കിലും ഒരുത്തൻ പോയി ഖുർആന്റെ അർത്ഥം അന്വേഷിച്ച് അതിൻ്റെ വിവർത്തനങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഹറാമാണ്, അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയും. അതുപോലെ തന്നെ അർത്ഥം അറിയരുത് എന്ന് പഠിപ്പിക്കൽ. ഈ ഇടയ്ക്ക് നമ്മൾ പറയുണ്ടായി, ഒരാൾ അർത്ഥം അറിഞ്ഞുകൊണ്ടല്ലേ അയാൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഒരാളുടെ മനസ്സിന് അതിൻ്റെ അർത്ഥം അറിയാൻ ഏതൊരാൾക്കാർക്കും ആഗ്രഹമുണ്ട്. അത് നമ്മൾ വെറുതെ അത്ര വിത്ര തവളാച്ചി എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പറയുന്നത് എന്താണെന്ന് നാം അറിയണം, നാം എന്താണ് ചോദിക്കുന്നതെന്ന് നാം അറിയണ്ടേ, അത് നാം അറിയണം. ആ അർത്ഥം അറിയുന്നത് ഹറാമാണ് എന്ന് പഠിപ്പിക്കൽ നിഷിദ്ധമാണ്. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കരുത് എന്ന സംസ്കാരം. നിങ്ങൾ പടച്ചവനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കരുത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അള്ളാഹു ഉണ്ടായെങ്കിൽ അള്ളാഹുവിനെ ആരുണ്ടാക്കി? ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല എങ്കിലും അള്ളാഹു അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് കുട്ടികളുടെ വായ അടപ്പിക്കല്. കുട്ടികളുടെ വാ നിങ്ങൾ പൊത്തരുത്. നിങ്ങൾക്കത് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അറിയത്തില്ലെങ്കിൽ അറിയാവുന്നിടത്ത് അന്വേഷിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഉടനെ തനിക്ക് അറിഞ്ഞൂടാ എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ ഒരു സംസാര വിഷയത്തെ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അത് സംസാരിച്ചുകൂടാ, അങ്ങനെ സംസാരിച്ചാൽ അത് വലിയ പാപമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ തെറ്റില്ലെന്ന് വിശ്വസിക്കൽ, പണ്ഡിതന്മാർ ഒരിക്കലും തെറ്റുകൾ ചെയ്യാത്തവരാണ് എന്ന് വിശ്വസിക്കലൊക്കെ. പണ്ഡിതന്മാരും എല്ലാവരും മനുഷ്യർ തന്നെയാണ്. അവരുടെ മേഖലയിൽ അവർക്കറിയാം എന്തൊക്കെ പ്രവർത്തനങ്ങൾ കാണിക്കാമെന്ന്, അതൊക്കെ അവർ കാണിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ കാണിക്കുന്നുണ്ട്, അവരുടെ മേഖലയിൽ നിന്നുകൊണ്ട് അവർ കാണിക്കാൻ പറ്റുന്നത്ര പ്രവർത്തനങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അത് നമ്മളൊക്കെ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതും അങ്ങനെയുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായങ്ങളെ ഇതിലോട്ട് കൂട്ടിക്കുറയ്ക്കല്. നിങ്ങളുടെ അഭിപ്രായമാണോ അത് പ്രകാരം നിങ്ങൾ ജീവിച്ചുള്ളൂ. മറ്റുള്ളവരെ നിങ്ങളുടെ അഭിപ്രായം കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റുള്ളവരെ അതിലോട്ട് വരണമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കല്. അതുപോലെ തന്നെ അറിവില്ലായ്മയെ തക്കുവയാക്കൽ, അതൊന്നും ഇതിൽ പാടുള്ളതല്ല. അതുപോലെ തന്നെ ശാസ്ത്രം ഈമാൻ കുറയ്ക്കുമെന്നുള്ളൊരു ദുഷ്പ്രചരണം. കാരണം ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രമാണോ നീ ഇസ്ലാമാണോ വിശ്വസിക്കുന്നത്, നീ ശാസ്ത്രം പഠിച്ച ശാസ്ത്രം സത്യമാണോ എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിനെതിരെ തർക്കിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവന്നിട്ടുണ്ട്. ശാസ്ത്രം ഇവിടെ പഠിച്ചുള്ള അറിവും നിഗമനങ്ങളും വെച്ചിട്ടുള്ള അറിവാണ്. അതുകൊണ്ട് ശാസ്ത്രത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുകയല്ല വേണ്ട. ശാസ്ത്രത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്യുക, ശാസ്ത്രത്തെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പഠിച്ച് മനസ്സിലാക്കാൻ ചെയ്യേണ്ടതുള്ളത്. ഇതിൽ കടുകട്ടിയായിട്ടുള്ള ഒന്നുമില്ല, നിങ്ങൾക്ക് തിരിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിതാബുകളും അറബി വാക്കുകളുമാണ് പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തിരിയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് തിരിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കില്ല, നിഷിദ്ധമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യില്ല. ശാസ്ത്രം തീർച്ചയായിട്ടും പഠിക്കേണ്ടുള്ള കാര്യമാണ്. അങ്ങനെ ശാസ്ത്രം പഠിക്കുന്നതിന് നിങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ടാണ് പല ഇസ്ലാമിക രാജ്യങ്ങളും കുപ്പുകുത്തി അങ്ങ് താഴെ പോയത്. കാരണം ഇവന്മാർക്കൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത കണ്ടുപിടുത്തങ്ങളോട് ഇസ്ലാം പലപ്പോഴും കാണിച്ചിട്ടുള്ള, ഈ ശാസ്ത്രത്തിനോട് ഇസ്ലാം പലപ്പോഴും കാണിച്ചിട്ടുള്ള ഈ ഒരു വിരോധം ഇവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഈ ഒരു വിരോധം കാരണമായിട്ടാണ് ഈ രാജ്യങ്ങളിൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത്. കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ പണം കൊടുത്ത് നിങ്ങൾ വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്നു, മറ്റുള്ളവരുടെ കണ്ടുപിടുത്തങ്ങളാണ് നിങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്നത്. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ശാസ്ത്രത്തെ
ശാസ്ത്രം ഈമാൻ കുറയ്ക്കുമെന്നോ അല്ലെങ്കിൽ ശാസ്ത്രത്തിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്താകുന്നു എന്നൊക്കെയുള്ള ദുഷ്പ്രചരണങ്ങളൊക്കെ അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ ദീനിൽ നിന്ന് വേർപ്പെടുത്തൽ, കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശത്തെ ദീനിൻ്റെ പഠനമാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്, ദീനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ ആദ്യം ഒന്ന് അവസാനിപ്പിക്കണം. ഒരു വ്യക്തി ജീവിക്കുന്ന അയാളുടെ ജീവിത സാഹചര്യങ്ങളിൽ അയാൾക്ക് ദീൻ മാത്രം പഠിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം. അറിവ് നേടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദീനിനെക്കുറിച്ചുള്ള അറിവ് നേടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അറിവ് ഈമാൻ്റെ കളഞ്ഞുപോയ ധനമാണ്. അത് നിങ്ങൾ ആർജിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എന്തിനെക്കുറിച്ചുള്ള അറിവാണെന്നും അല്ല പറഞ്ഞത്, അറിവ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം നിങ്ങൾക്ക് ആവശ്യകത തന്നെയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ളവരായി മാറണം. സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്ത്രീകളെ വീട്ടിൽ അടച്ചുപൂട്ടിയിടേണ്ടവരല്ല. കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിക്കണം. അവർക്ക് വിദ്യാഭ്യാസം വേണം. അവർക്ക് ലോക കാര്യങ്ങൾ അറിയണം. ലോകത്തോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യം തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ ഈ പണ്ഡിത ശിരോമണികളൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചരിത്രത്തെ വിമർശിക്കുന്നത് ഹറാമാക്കൽ. ഈ ചരിത്രങ്ങളെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് ഹറാമാണ്. നമ്മൾ ചരിത്രങ്ങളെ ഒന്നും വിമർശിക്കാനേ പാടില്ല എന്നുള്ള ഒരു തെറ്റായ രീതി. ചരിത്രത്തിൽ തെറ്റുണ്ടോ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കും. ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള ചരിത്രങ്ങളിൽ ചോദ്യങ്ങളുണ്ടോ ആ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. എല്ലാത്തിനും ഉത്തരമുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിനൊരു കാരണമുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് കാര്യകാരണ നിയമം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്താണ് കാര്യകാരണ നിയമം? ലോകത്തൊരു കാര്യം സംഭവിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണത്തെ നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തും. അന്വേഷിക്കാൻ മടിയായിക്കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കിട്ടുന്ന വീടുകളിലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പള്ളയും വീർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞ് കിടന്നുറങ്ങിയിട്ട് പിള്ളേരെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നിങ്ങൾ അത് ചെയ്യല്. ഏറ്റവും കൂടുതൽ നരകത്തിലുള്ളത് പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നരകത്തിൽ പണ്ഡിതന്മാരാവാനുള്ള കാരണം എന്താ? അത് ഇന്ന മതത്തിലെ പണ്ഡിതന്മാരെന്നല്ല പറഞ്ഞത്. പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാർ. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പഠിപ്പിക്കുന്ന രീതികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവരിങ്ങനെ അവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിള്ളേർ വഴിതെറ്റും. അവരുടെ മനസ്സല്ല പിള്ളേർക്ക് വേണ്ടത്. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്ന് പറയും പോലെ നീ ഒരു തെറ്റായിട്ടുള്ള കാര്യം ഈ കുട്ടികളോട് പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികൾ 51 പിഴയ്ക്കും. പിഴച്ചവന്മാരെ ഏറ്റവും വലിയ നേതാവായിട്ട് മാറും. അതിൻ്റെ പാവം കൂടെ നീ ചുമക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രീതികളിൽ ഈ സമൂഹത്തെ നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് പണ്ഡിതന്മാരോട് പറയാനുള്ളത്. മറ്റൊന്ന് ബുദ്ധിയെ അവഗണിക്കലാണ്. ഇനി നീതിക്ക് പകരം ആചാരം. ഏതെങ്കിലും ഒരു ദുഷ്കർമ്മം ഒരുത്തൻ ചെയ്തു, ഓക്കെ, നീ ചെയ്ത ദുഷ്കർമ്മമാണ്, അതിന് പകരമായിട്ട് നീ കുറച്ച് ആചാരങ്ങളൊക്കെ ചെയ്തതിൻ്റെ ദുഷ്കർമ്മങ്ങളൊക്കെ അങ്ങ് പോകും. ഇത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു മോശം കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം അവൻ അനുഭവിച്ചിരിക്കും. അതിൻ്റെ ഫലം തിരിച്ചു വന്നിരിക്കും. കാരണം ഇതൊരു കാലചക്രമാണ്. നീ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ തിരിച്ചു കിട്ടിയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പണ്ട് നിങ്ങളും ഒരുപാട് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടല്ലേ പലരിൽ നിന്നും. ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ സ്വന്തക്കാർ ബന്ധക്കാരിൽ നിന്നല്ലേ. പിൽക്കാലത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതേ സ്വന്തക്കാർ ബന്ധക്കാർ അതേ ആക്ഷേപങ്ങൾ കൊണ്ട് അവരും അവരുടെ ജീവിതത്തെ തള്ളി നിൽക്കുക നിങ്ങളും കണ്ടിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ എന്താ പലരും അതിനെക്കുറിച്ച് സന്തോഷിക്കുകയാണോ ചെയ്തത്? അല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കർമ്മം തീർച്ചയായിട്ടും തിരിച്ച് നിങ്ങൾക്കും, നിങ്ങളുടെ കർമ്മഫലം തീർച്ചയായിട്ടും തിരിച്ച് നിങ്ങൾക്കും ഭവിഷ്യത്തുണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അതിനെ നിങ്ങൾക്ക് ഒരിക്കലും അഗ്നികുണ്ഡം കൂട്ടിയിട്ട് അതിനകത്ത് എന്തെങ്കിലും കുമിഞ്ചാനൊക്കെ ഇട്ട് പുകച്ചുകൊണ്ട് അത് കാരണമായിട്ടൊന്നും നിങ്ങളുടെ ഈ പാപഭാരം ഇല്ലാതാകുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോരോ സ്വഭാവത്തിന് പകരമായിട്ട് ഓരോരോ വേഷം. വെള്ളം ഇട്ട് നടക്കുന്നവന്മാരൊക്കെ പവിത്രതയുള്ള ആൾക്കാർ, മറ്റ് വേഷങ്ങളിൽ നടക്കുന്നവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരല്ല. അങ്ങനെയൊക്കെയുള്ള കുറേ രീതികളൊക്കെ കണ്ടുവരുന്നുണ്ട്. വെള്ളം ഇട്ട് കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം നല്ലവനാണ്, അവനെ വിശ്വസിക്കുക. വേഷവിധാനങ്ങൾ കണ്ട് നിങ്ങൾ ആ സ്വഭാവത്തെ മനസ്സിലാക്കാൻ പോകല്ലേ. താടിയുള്ളവൻ്റെ ഒന്നും പറയാൻ പോകില്ല. കാരണം താടിയുള്ളവന്മാരെ എല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ആടിഞ്ഞുകൊണ്ട് ആടിൻ്റെ പറയാൻ പോകേണ്ടി വരും. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇസ്ലാം അറബ് സംസ്കാരം, അതായത് ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അറബ് സംസ്കാരമാണ്. അറബികളുടെ ആ ഒരു സംസ്കാരമാണ്. യഥാർത്ഥമായി ഇസ്ലാം എന്ന് വെച്ചാൽ അറബാണ്. അതൊന്നുമില്ല. ഇസ്ലാം എന്ന് വെച്ചാൽ അറബികളോ അറബോ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ല. തലപ്പാക്കെട്ടും അല്ലെങ്കിൽ അറബികൾ ഇരുന്ന പോലത്തെ ജുബ്ബ പോലത്തെ മുണ്ടും നമ്മളെ മുണ്ടും കൈലിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അറബികൾ ഇരുന്ന പോലത്തെ ജുബ്ബയും അതുപോലെയുള്ള സാധനവും വലിയ തലപ്പാക്കെട്ടും 4 കുട്ടിയുടെ വീതിയുള്ള തലപ്പാക്കെട്ടൊന്നും കെട്ടുന്നതൊന്നും അല്ല ഇസ്ലാമികമെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതുപോലുള്ള വേഷവിധാനങ്ങളൊന്നും അല്ല യഥാർത്ഥമായിട്ടുള്ള ഈ ഒരു മതം എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് അറബികളുടെ സംസ്കാരമാണ് എന്ന് നിങ്ങളാണ് ആക്കി തീർത്തത്. ഇത് ഒരിക്കലും അറബികളുടെ സംസ്കാരമല്ല. ഏതൊരു ജനതയാണോ കഴിഞ്ഞ ജനതയായിട്ട് ഏറ്റവും മോശപ്പെട്ട ജനത ഏതാണോ ആ ജനതകളിലേക്കാണ് ഈ ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം തൊട്ട് ഇന്ന് വരെ വന്നിട്ടുള്ള പ്രവാചകന്മാരെല്ലാം വന്നിട്ടുള്ളത് ഏറ്റവും മോശമായിട്ടുള്ള ജനവിഭാഗത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ മോശം ജനവിഭാഗത്തെയാണ് ഈ നല്ലവരാക്കി മാറ്റേണ്ടതായിട്ടുള്ളത്. അവരിലേക്കാണ് പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അറബികളിലേക്ക് ഒരു പ്രവാചകനെ അയച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കാലത്ത് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ച അറബികളാണ്. അതുകൊണ്ടാണ് ആ അറബികൾക്ക് നമുക്കറിയാം ജാഹിലിയ കാലഘട്ടങ്ങളൊക്കെ അറിയാം. ഒരു പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രവാചകനെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്രത്തോളം അനാചാരങ്ങളിൽ മുഴുകിക്കിടന്ന ഒരു സമൂഹത്തിലേക്കാണ് പ്രവാചകനെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ ആ ഒരു സമൂഹത്തിൽ വന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ പാരമ്പര്യമല്ല, അത് നിങ്ങളുടെ ഇസ്ലാം, അത് ഈ അറബികളെന്ന് പറയുന്ന ഇസ്ലാമല്ല. അറബികളും ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒരു സംസ്കാരം, ഈ അറബി സംസ്കാരമല്ല ഇസ്ലാം എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ സംസ്കാരം ഏതാണോ അതേ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള വിശ്വാസത്തെ ശരിയാക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ
കല, സൗന്ദര്യം എല്ലാം ശൈതാനികമാണെന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കലയും സൗന്ദര്യവും എല്ലാം ശൈതാനികമാണ്. ഒരാൾ കൂടുതൽ സൗന്ദര്യമൊന്നും അയാൾക്ക് തോന്നിക്കുന്ന രീതിയിലൊന്നും കാണിച്ചുകൂടാ. അതുപോലെ തന്നെ പാട്ട് കേൾക്കാൻ പാടില്ല, മ്യൂസിക് കേൾക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെയൊക്കെ ഇപ്പോഴിറങ്ങുന്ന യൂട്യൂബ് വീഡിയോകൾ നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഈ പറയുന്ന മുസ്ലിയാക്കന്മാർ TV ഇറങ്ങിയ കാലത്ത് ശാസ്ത്രത്തെ എല്ലാ തരത്തിലും ശാസ്ത്രം പുരോഗമിക്കുന്ന അനുസരിച്ച് അതിനെയൊക്കെ എതിർത്തിട്ടുള്ളവരാണ് ഇവർ. TV ഇറങ്ങിയ കാലത്ത് പറഞ്ഞു TV കാണല്ലേ മക്കളെ, അതൊക്കെ ശൈത്താനാണ്, TV ശൈത്താനാണ് അല്ലേ. എന്നിട്ട് എന്തോ വെള്ളിയാഴ്ച ദിവസം TVക്കകത്ത് വന്നിരുന്ന് മതപ്രഭാഷണം നടത്തിയിട്ട് പോകുമാർ. അത് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് വന്നു, യൂട്യൂബിനകത്ത് നിങ്ങൾ വീഡിയോ ഇടല്, യൂട്യൂബ് നിങ്ങൾ കാണല്, ഉപയോഗിക്കല് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച്. എന്നിട്ട് യൂട്യൂബിനകത്ത് വന്നിട്ട് ഉസ്താദന്മാർ പറയുന്നത് എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അവർക്ക് പണപ്പിരിവ് നടത്തണം, ഇതൊക്കെ അവർ യൂട്യൂബിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക്, ഇത് വിവരസാങ്കേതിക വിദ്യയാണ്. ജനങ്ങളിലേക്ക് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്നുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും തൽക്ഷണം തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കണ്ട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു വിവരസാങ്കേതിക വിദ്യയെ നമുക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അത് ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആരാണ് ഈ നിയമങ്ങളൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരാൾ ഈ ലോകത്ത് ദാരിദ്ര്യം കാരണം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി 10 കാശുണ്ടാക്കി കഴിഞ്ഞാൽ അവനെ പിന്നെ കണ്ടുകൂടാതാവും. അവനോട് പിന്നെ ഇതൊരു അസൂയയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ്. അവൻ പിന്നെ കൊള്ളരുതാത്തവനായി മാറുന്ന ഒരു രീതിയുണ്ട്. എന്താണ്, ദുനിയാവിലെ വിജയം പാപമാക്കൽ. ദുനിയാവിൽ നീ വിജയിച്ചോ, നിനക്ക് സമ്പത്തുണ്ടോ, നീ ഇച്ചിരി നല്ല രീതിക്ക് ജീവിക്കണം, നീ സ്വർഗ്ഗത്തിൽ പോകില്ല. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ഈ ലോകം അവർക്കുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു ലോകം അവർക്ക് ഇല്ലാതാകുമോ? അവർ കഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നിങ്ങൾ ഇവിടെ കിടന്ന് പള്ളയും വീർപ്പിച്ച് കിടന്ന് ആൾക്കാരെയൊക്കെ കള്ളപ്രചരണം നടത്തിയിട്ട് ആൾക്കാരെ മൊത്തം ഇതിൽ നിന്ന് പുറത്തോട്ടാക്കുന്ന സമയത്ത് അവൻ പോയി കിടന്ന് കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് ഈ എരിയുന്ന ഈ സൂര്യൻ്റെ ചൂട് സഹിച്ചുകൊണ്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കി എവനെങ്കിലും കാശുണ്ടാക്കി കയറി വന്നു കഴിയുമ്പോഴത്തേന് പറയുന്ന ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നിനക്ക് സ്വർഗ്ഗമില്ല. എന്താ കാര്യം? എന്താ അത്? മറ്റേ ഒരു ഹദീസല്ലോ, ബൈബിളിൻ്റെ ഒരു വചനം കൂടെയൊക്കെ ഇവർ കൂട്ടുപിടിക്കും കേട്ടോ. അവിടെ എന്താണ്, ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം മാത്രമേ ഒരു സമ്പന്നന് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ നേരായ സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുത്തനും സൂചിക്കുഴിയിലൂടെ ഒന്നും കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യം എന്താ, ഈ സമ്പത്ത് ഇത്രയും കൂടിയ സമ്പത്തൊന്നും എണ്ണ അവിടെ ആളില്ലയോ? ഈ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തിരിക്കുന്ന മലക്കുകളൊക്കെ ഉണ്ടല്ലോ, ഈ കണക്കുകളൊക്കെ നോക്കുന്ന മലക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊന്നും അതിനെക്കുറിച്ച് കണക്ക് കൂട്ടുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണോ? അത് പിന്നെ ഒരു കാര്യം, ഇവിടെ നല്ല കണക്ക് കൂട്ടാറിയാവുന്ന ഒരാളെ വിളിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് AI ഉണ്ടല്ലോ, AIയിൽ കണക്ക് കൂട്ടുക. ഇതൊക്കെ എന്ത് തരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ അനാചാരങ്ങൾ ആദ്യം ഇല്ലാതാക്കുന്ന ഈ അനാചാരങ്ങളാണ്. ഇനി അതുപോലെ തന്നെ പറയാണ്, പരിശ്രമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ദുആ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നടക്കും. ഇതിപ്പോൾ ആകാശ നിയമത്തെ പോലെ ആയിപ്പോയി. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലേ നടക്കുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രമൊന്നും ഒരു കാര്യവും നടക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അർഹതയുണ്ടോ നിങ്ങൾക്ക് കിട്ടും. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഏതറ്റത്തുള്ളൊരു സാധനമാണെങ്കിൽ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് വിധിക്കാത്തൊരു സാധനം നിങ്ങളുടെ 2 ചുണ്ടുകൾക്കിടയിലാണോ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പരിശ്രമം വേണം. നിങ്ങൾക്ക് പരിശ്രമം ഉണ്ടെങ്കിൽ അല്ല വീട്ടിൽ ദുആ ചെയ്തുകൊണ്ട് മാത്രം പടച്ച നൂല് വഴി കെട്ടി ഇറക്കി തരുന്ന ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല. പടച്ച നൂല് വഴി ഒന്നും ആർക്കും ഒന്നും കെട്ടി ഇറക്കി കൊടുത്തിട്ടുള്ളതായിട്ടൊന്നുമില്ല. ഇനി നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ വല്ല കറാമത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ എന്താണ്, ദുആ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കലാണ്. അതൊക്കെ തെറ്റാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമുണ്ടാവുകയാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് തിരിയാത്ത സ്ഥലങ്ങളൊക്കെ എത്തുകയാണ്, ചില കാര്യങ്ങളൊന്നും ചിലർക്കൊന്നും തിരിയില്ല. അവിടെ ഉടനെ മതത്തിനെ കൂട്ടുപിടിച്ച് അതിനൊക്കെ എന്തൊക്കെ ലോ പോയിന്റുകളുണ്ടോ അതൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ടൊന്ന് ഇവിടെ ഇട്ട് വട്ടം കറക്കി ആൾക്കാരെ കുഴയ്ക്കുന്ന രീതിയാണ് കണ്ടുപിടിക്കുന്നത്. മതത്തെ ചിലർക്ക് മാത്രമുള്ളതാണ്, മതത്തെ എല്ലാവർക്കും കൂടി ഉള്ളതല്ല എന്നുള്ളൊരു പ്രചരണമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചിന്ത നിർത്തൽ. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചങ്ങ് പോലെ, ഒരുപാട് ചിന്തിച്ച് പോയാൽ എന്തോ ഭ്രാന്ത് പിടിക്കും. ഒരുപാട് ചിന്തിച്ച് പോയി ഭ്രാന്ത് പിടിക്കും. ഒരുപാട് ചിന്തിച്ച് പോയി ഭ്രാന്ത് പിടിക്കുന്ന ആർക്കാന്ന് പറയും, ചിന്തിച്ച് പോകുന്നവർക്കല്ല. ആ ചിന്തിച്ച് പോയാൽ വന്ന് ചോദ്യം ചെയ്താൽ ഇവർക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു വകയെ അറിഞ്ഞൂടാ, ഒരു മത്തങ്ങ അറിയത്തില്ല. അതുകൊണ്ട് ഇവർക്ക് ഭ്രാന്ത് പിടിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നേതാക്കളെ ചോദ്യം ചെയ്യരുത്. എന്താ, അത് ഞങ്ങൾ മതത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളെ ചോദ്യം ചെയ്യരുത്. ഏതെങ്കിലും ഒരു തന്നെ എന്ത് പിറപ്പ് കാണിച്ചാലും അവന് ചോദ്യം ചെയ്യാൻ പാടില്ല, ബാക്കിയുള്ളവർ ചോദ്യം ചെയ്യാൻ പാടില്ല. സപ്പോർട്ട് ചെയ്യണം, ചോദ്യം ചെയ്യുക തന്നെ വേണം. ഈ ഒരു കാര്യമൊക്കെ അവർക്ക് വേണ്ടിയിട്ട് മതത്തെ അങ്ങ് വളച്ചൊടിക്കുക ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ്, മതത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആയുധമാക്കി മാറ്റുക എന്നുള്ളത്. രാഷ്ട്രീയവും മതവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ മതത്തിനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയം മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നു? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ മതത്തിനെയും ഞങ്ങളുടെ മത നിയമങ്ങളെയും ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംരക്ഷിക്കാനായിട്ട് വന്നതാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അധികാരം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ വന്നിട്ടുള്ളതാണ് ഇതുപോലുള്ള രാഷ്ട്രീയ കക്ഷികളും ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാം. അതുകൊണ്ട് ഈ മതത്തെ നിങ്ങൾ പിടിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള കുറേ ആൾക്കാരൊക്കെ അതിലോട്ട് വരത്തില്ല എന്നൊന്നും പറയുന്നില്ല. അവരൊക്കെ കുറേ പേര് വരും എന്നും പറഞ്ഞിട്ട് അത് രാഷ്ട്രീയ മതം വേറൊരു മേഖലയാണ്. രാഷ്ട്രീയം മതവുമായിട്ട് ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കേണ്ട. അത് ഈ മതത്തിൻ്റെ ഭാഗമല്ല ഒരു രാഷ്ട്രീയവും. മതം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്. രാഷ്ട്രീയവും മതവും ഒന്നല്ല എന്നുള്ള കാര്യവും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അധികാരങ്ങളെ ദുരുപയോഗം ചെയ്യൽ. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കയറി പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും 4 നേരം 4 കാലിൽ നടക്കുന്നവന്മാരെ പിടിച്ച് പള്ളിയുടെ പ്രസിഡന്റ് ഒക്കെ സെക്രട്ടറിയൊക്കെ ആക്കി കഴിയും കുറേ കാലം കഴിയുമ്പോഴത്തേക്ക്. അതങ്ങനെയാണ്. പിന്നെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറിയിരുന്നുള്ള ദുരുപയോഗം ചെയ്യല. അതിനകത്തുള്ള സർവത്രയെ അടിച്ചു മാറ്റി പാവപ്പെട്ട ജനങ്ങളെ മൊത്തവും പിരിഞ്ഞ്. ഒരാൾക്ക് 6 അടി മണ്ണി കബറിൽ പോയി കിടക്കണമെങ്കിൽ മാസാമാസം വാടക കെട്ടണമെന്ന് കബറിൽ.
ഖബറിന് മാസം വാടക കെട്ടണം. അതും അവർ ചോദിക്കുന്ന പൈസ, നമ്മൾ താമസിക്കുന്ന വീടിനില്ല അത്ര പൈസ. ഞാൻ പറയുകയാണ്, ഈ ഖബർ എന്നുള്ള സമ്പ്രദായമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് അടക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു രീതി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയാം. എന്തിനാ വെറുതെ ജീവിച്ചിരിക്കുമ്പോഴേ ഇമാതിരിയുള്ള രീതികൾ കാരണം ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാത്തവന്മാരുടെ ഇടയ്ക്ക് പോയി കടന്നു കൊടുത്താലും മതി, അടിപൊളിയായിരിക്കും. മറ്റൊന്ന്, മതത്തിൻ്റെ പേരിലുള്ള മാനസിക പീഡനം ഏറ്റവും വലുത്. ഈ ഇടയ്ക്ക് ഒരു പെങ്കൊച്ച് പറയുണ്ടായി, എനിക്ക് ഒരുപാട് മതം പഠിച്ചത് കാരണമായിട്ട് ഞാൻ ഇന്ന് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുണ്ടായി. അത് ആ കൊച്ച് പഠിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അത് പൂർണ്ണമായിട്ട് ആ കൊച്ചിനെ തന്നെ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം ഈ പഠിപ്പിക്കുന്നവന്മാരെ കൂടെ നമ്മൾ നോക്കണമല്ലോ, പഠിപ്പിക്കുന്നവന്മാർ എന്താ പഠിപ്പിക്കുന്നതെന്ന് കൂടെ നമ്മൾ അറിയണമല്ലോ. നമ്മൾ ഇതൊക്കെ കുറേ പഠിച്ചതാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഇതൊക്കെ കുറേ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം ഇവന്മാർ എന്താണ് പഠിപ്പിക്കുന്നത്. യാതൊരു ശാസ്ത്രബോധവും ഇല്ലാത്തവന്മാർ വന്നിരുന്ന് അവന്മാർ ഈ പഠിച്ചിട്ടുള്ള കിതാബുകളെ മാത്രം വെച്ചിട്ടുള്ളൊരു പഠിപ്പീര്, അതല്ല സത്യത്തിൽ കുട്ടികൾക്ക് വേണ്ടത്. അതൊന്നും അല്ല സത്യത്തിൽ വേണ്ടത്. അതിൻ്റെ കാരണങ്ങൾ സഹിതം പഠിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിവുണ്ടോ, അത് ഓക്കെ. അപ്പം ഈ മതത്തിൻ്റെ പേരിലുള്ള മാനസിക പീഡനമാണ് ഏറ്റവും വലുത്, മാനസികമായിട്ടുള്ള പീഡനം. ഞാൻ ഒരു അറബി കോളേജിൽ പോയി പഠിച്ച ഒരാളാണ്. എൻ്റെ പൊന്നോ, ജയിലിൽ പോകുന്നേക്കാളും കഷ്ടമാണ്. ജയിൽ ജീവിതം എങ്ങനെയാണോ അതിനേക്കാൾ കഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്ക് ആരും നോക്കാനും എടുക്കാനും ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ കഷ്ടമാണ്. അപ്പോൾ എന്നെ കൊണ്ട് ചെന്ന് ഈ 100 കണക്കിന് കുട്ടികളുടെ ഇടയിൽ കൊണ്ട് ചെന്നിട്ട് ഇപ്പോൾ എൻ്റെ പൊന്നോ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സ് തരും. ആ ഡ്രസ്സിൽ ഓരോ നമ്പർ വെച്ച് തരും. ഇന്ന ആൾക്ക് ഇത്ര നമ്പർ, അല്ല എൻ്റെ നമ്പർ 44 കേട്ടോ. 44 എന്നുള്ള നമ്പർ എൻ്റെ ഉടുപ്പിൻ്റെ ഇട സൈഡ് എഴുതി 44 നമ്പർ, കോളറിൻ്റെ പിറകെ എഴുതി 44 നമ്പർ, ആഹാരം കഴിക്കുന്ന പാത്രത്തിൽ എഴുതി 44 നമ്പർ. ഈ ഒരു 44 എന്നുള്ള നമ്പരും വെച്ചുകൊണ്ട് അവിടെ ജയിൽ ജീവിതം. എൻ്റെ പൊന്നുമക്കളെ, ഏതെങ്കിലും ഒരാൾ നിവൃത്തി ഉണ്ടെങ്കിൽ, നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് ഈ ഇതേപോലെയുള്ള സ്ഥാപനങ്ങളിൽ വിടാതിരിക്കാൻ നിവൃത്തി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വിടല്. ക്രൂരമായിട്ടുള്ള ഉപദ്രവവും ക്രൂരമായ ഒരു ജീവിത രീതിയുമാണ് ഞാൻ പച്ചയ്ക്ക് പറയുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പച്ചയ്ക്ക് പറയുന്നത്. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജയിൽ ഇതിനേക്കാളും ഭേദമാണെന്ന് ഞാൻ പറയുന്നു. കാരണം അത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വലിയൊരു കാരാഗ്രഹത്തിലേക്ക് നിങ്ങളെ മക്കളെ അയക്കല്ലേ. അവർ നിങ്ങളുടെ മക്കളാണ്. നിങ്ങൾ ഒരിക്കലും അവരെ കാരാഗ്രഹ ജീവിതത്തിലേക്ക് അയക്കല്ലേ. അത് വളരെ കഠിനമാണ്, വളരെ കഠിനമാണ്. അള്ളാഹുവിൻ്റെ സ്നേഹദൂതന്മാരായിട്ടുള്ള ഈ വെള്ളയും ഇട്ട് നടക്കുന്ന ഈ ഒരു പിശാചുക്കളുടെ യഥാർത്ഥ രൂപം മനസ്സിലാകണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കണം. ഇവന്മാർ ക്രൂരന്മാരാണ്. ഇവന്മാർ ഉപ്പ് കല്ല് തറയെ നിർത്തിയിട്ട് അതിൽ മുട്ടുകുത്തി നിർത്തിയിട്ട് വളരെ ക്രൂരമായിട്ട് മൃഗങ്ങളെ തല്ലുന്നത് പോലെ തല്ലുന്ന ആളുകളാണ്. അത്രത്തോളം ദയയും മനസാക്ഷിയും ഇല്ലാത്ത ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പറയാണ്, ഇതിൽ ദയയും മനസാക്ഷി അള്ളാഹു എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഈ മതത്തെ ഈ എല്ലാ സർവ്വതിനെയും വെറുത്തു പോകുന്ന ഒരു രീതി കാണിക്കുന്ന ആൾക്കാർ ഈ മതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാട്ടറബികളുടെ രീതി കാണിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, അവരല്ല മതം എന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മറ്റൊന്ന്, എല്ലായ്പ്പോഴും ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആ ഒരു രുദ്രഭാവമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ ആ ഒരു രൗദ്രഭാവത്തെക്കുറിച്ചാണ് ഇവർ എപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. ദൈവം അങ്ങ് ഭയങ്കര എന്താണ് പറയുന്നത്, 6 കാലും 6 കൈയുള്ള എന്താ പറയുക, നമ്മൾ ഈ ഭദ്രകാളിനെയൊക്കെ കാണുമല്ലോ, ആ ഒരു രൂപമാണ് ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മളെ ഉള്ളിലേക്ക് വരുന്നത്. അള്ളാഹെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് എന്താ പറയുക, അതൊരു ഭയങ്കര സംഭവമാണ് ഈ അള്ളാഹ് എന്ന് പറയുന്ന സാധനം. ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞ് നമ്മളിങ്ങനെ തൂക്കി അങ്ങോട്ട് എടുത്ത് 4 അടി തറയിലൊക്കെ ഇട്ട് അടിച്ച് തിളച്ച എണ്ണയ്ക്കകത്തൊക്കെ മുക്കി കോരുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഒരു ആനന്ദം കിട്ടുമല്ലോ, ഒരു മനസ്സുഖം അങ്ങനെ കിട്ടുന്നതാണെന്നും പറഞ്ഞ് നമ്മളൊക്കെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. തെറ്റാണ്. അങ്ങനെയല്ല. സ്നേഹമാണ്, കാരുണ്യമാണ്. അത് മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ കാരുണ്യ സ്നേഹമൊക്കെ ഉണരുമ്പോഴാണ് ദൈവിക സ്വരൂപത്തെ അവൻ കാണുന്നത്. തൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്വരൂപം, സ്വന്തം രൂപം, ആത്മാവിൻ്റെ സ്വരൂപം എന്താണ്? ദൈവികമാണ്. ആ ദൈവത്തെ അവൻ കാണുന്നത് കാരുണ്യം കൊണ്ടാണ്. അതുപോലെ കരുണ മറച്ചു വയ്ക്കൽ, അള്ളാഹുവിൻ്റെ ദയ, ആ ഒരു ദയയെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് ആ ഒരു രൗദ്രഭാവത്തെ മാത്രം അങ്ങ് പൊക്കി വെച്ചേക്കാണ്. അതുപോലെ നരകത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു മതപ്രഭാഷണങ്ങളോടെ നരകത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ സംസാരം. ഇടയ്ക്ക് ഒരു മൊയ്യാർ വന്നിട്ട് പറയുന്നുണ്ട്, ഇലയും കൊലയും സ്വർഗത്തിലെ വാഴയുടെ ഇലയും കൊലയും അടിയിലാണ്, അവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നതായിട്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് അവിടെ ആക്ഷേപം മാത്രം ഉണ്ടായാലും കളിയാക്കൽ മാത്രം ഉണ്ടായാലും അത് വേറെ കാര്യം. അത് അവതരിപ്പിച്ചതിൻ്റെ ഒരു രീതിയും കൂടെ ഉണ്ട് കേട്ടോ. എന്നാൽ മറ്റൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണുകയുണ്ടായി. സ്വർഗത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ആനിമേഷൻ ചിത്രമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഇതുപോലുള്ള ചർച്ചകൾക്കൊന്നും കാരണമാക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതുകൂടെ പറയണമല്ലോ. കാരുണ്യത്തെ മറച്ചു വയ്ക്കൽ, ദൈവത്തിൻ്റെ കാരുണ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു നരകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് പറയൽ, നരകത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങളെ ഇങ്ങനെ ചെയ്യും. പെണ്ണുങ്ങളെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ കെട്ടി തൂക്കിയിട്ട് നമ്മളെ ഈ ബ്ലേഡ്ലെസ് ഫാൻ ഉണ്ടല്ലോ, മറ്റേ ബ്ലേഡ്ലെസ് ഫാൻ ഉണ്ടല്ലോ ഇപ്പോൾ ഇറങ്ങുന്നത്, ആ ബ്ലേഡ്ലെസ് ഫാനിനകത്തിട്ട് വട്ടം കറക്കുന്നൊക്കെയാണ് പറയുന്നത്, മുടിയിൽ കെട്ടി തൂക്കിയിട്ട്. ഭയങ്കര രസകരമായിട്ടുള്ള ശിക്ഷകളൊക്കെയാണല്ലേ, അടിപൊളി ഭയങ്കര രസകരമായിട്ടുള്ള ശിക്ഷകളൊക്കെ ഇങ്ങനെ അവർ വർണ്ണിച്ച് തരികയാണ്. എണ്ണയ്ക്കകത്തിട്ട് ചുട്ട് പൊരിച്ച് കാരിച്ച്, എനിക്കറിയാൻ വയ്യ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷയില്ലാതാക്കൽ,
മനുഷ്യൻ്റെ പ്രതീക്ഷ ഇല്ലാതാക്കൽ. ഒരുത്തൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു പോയി, എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ പെട്ടുപോയി, ആദ്യം എന്ന് പറയുന്ന ഈ കാടന്മാരത്ത് എൻ്റെ മുൻസ്താതെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, തീർന്നു, നിൻ്റെ കാര്യം തീർന്നു, നിന്നെ നരകത്തിൽ കൊണ്ടിട്ട് കുനിച്ച് ചേർത്ത് ഇടിക്കും, മടൽ വെട്ടി അടിക്കും. ഇതൊക്കെയാണ് അവന്മാരുടെ വായിന്ന് പിന്നെ കേൾക്കാവുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ കുഞ്ഞു മക്കളെ അതൊക്കെ മനസ്സിൽ വെച്ചേരെ. ആരോടും പോയി പറയണ്ട. നീ നിൻ്റെ ദൈവം മാത്രം അറിഞ്ഞാൽ മതി. നീ നിൻ്റെ അള്ളാഹുവിനോട് മാത്രം സംസാരിക്കും. നീ വേറെ ലോകത്താരോടും പറയണ്ട. ഇനി ഏവനെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു, അവൻ്റെ തെറ്റ് നീ രഹസ്യമാക്കി വെച്ചേരെ. നീ അവൻ്റെ തെറ്റ് കൂടെ നീ രഹസ്യമാക്കി വെച്ചാൽ നിൻ്റെ തെറ്റിനെ പടച്ചവൻ രഹസ്യമാക്കി വെച്ചോളും. അതും പുറമോ അറിയത്തില്ല. വിശ്വസിക്കാൻ ഏറ്റവും പറ്റിയ പടച്ചവനെ മാത്രമാണ്. അതുകൊണ്ട് വേറെ ഒരുത്തിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ, അത് ഭയങ്കര തെറ്റൊക്കെ അല്ല, ചെറിയ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ അവനെ ആൾക്കാർ കളിയാക്കുന്നുണ്ടെങ്കിൽ വെറുതെ അവനെ കളിയാക്കിക്കേണ്ട എന്ന രീതിയിൽ ഞാൻ ഒളിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ വലിയ പോകൃത്തരം കാണിക്കുന്നവന്മാരൊക്കെ അവൻ തെറ്റ് ചെയ്ത് കാരണമായിട്ട് അവനെ ഞാൻ പരസ്യപ്പെടുത്തില്ല എന്നൊക്കെ പറയുന്നത് അനീതിയാണ്. കാരണം വെച്ചാൽ സമൂഹമാണ്. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റുകാരെയൊന്നും ഈ സമൂഹത്തിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അവർക്കൊക്കെ കാരാഗ്രഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഒരു നന്മയെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ തെറ്റാണോ കള്ളമാണോ ഇവിടെ അംഗീകരിക്കത്തില്ല. ഇനി ഇസ്ലാമിനെ മനുഷ്യന് വിരുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളിലൂടെ. മതേതരമായിട്ടുള്ള അല്ലെങ്കിൽ മതത്തിനപ്പുറത്തേക്കുള്ള മതത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ മനുഷ്യരല്ലെന്ന പോലെ കാണുന്നൊരു രീതി പലർക്കും കണ്ടുവരുന്നുണ്ട്. ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു രീതി പലർക്കും കണ്ടുവരുന്നുണ്ട്. തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരും മനുഷ്യരാണ്. എടോ, വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? പടച്ചവനാണ് സർവ്വം സൃഷ്ടിച്ചത്. അവൻ പടച്ചവൻ സൃഷ്ടിച്ച മോശവും കാണും നല്ലതും കാണും. എല്ലാ മനുഷ്യരിലും നല്ലതും കാണും ചീത്തയും കാണും. പടച്ചവൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടി മോശവും എനിക്ക് അഭിപ്രായമില്ല. എല്ലാത്തിലും നല്ലതും തിന്മയും കാണും. അപ്പം മറ്റുള്ളവന്മാർ ശരിയല്ല, നമ്മളാണ് ശരി എങ്കിൽ മറ്റുള്ളവന്മാർ പടച്ച വേറെ ഉള്ളതാണോ? അല്ല. നിന്നെ ഉണ്ടാക്കിയ ദൈവം നീ വിശ്വസിക്കുന്ന ദൈവം തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കിയത്. അപ്പോൾ ദൈവം അറിയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയില്ല, ഏതൊക്കെ മതങ്ങളുണ്ട്, ഏതൊക്കെ മതങ്ങളില്ല, ഏതൊക്കെ പുരാണങ്ങളുണ്ട്, ഏതൊക്കെ പുരാണങ്ങളില്ല. ഇതെല്ലാം ദൈവത്തിന് അറിയാം. ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളായിട്ടുള്ള കൂടിച്ചേർക്കലുകളോ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മറ്റ് മതങ്ങളിലൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ നിനക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊള്ളു. അധികം നന്മയൊന്നുമില്ല, അതിനെ കളാ, അത്രേ ഉള്ളൂ. നിനക്ക് വല്ല ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളു, നല്ല വല്ല ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളു എന്ന് പറഞ്ഞാൽ അവൻ്റെ മെക്കിട്ട് കയറിയിട്ട് അവൻ അങ്ങനെ ജനിച്ചു പോയി, അവൻ ഇങ്ങനെ ജനിച്ചു പോയി, അത് കാരണമായിട്ട് അവനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. ഇങ്ങനെ അപ്പം അങ്ങനെയുള്ള ജിഹാദൊന്നും ഇല്ല. ഇങ്ങോട്ടൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുകയാണ് ഒരു ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ജിഹാദ്. ഈ വലിയ ജിഹാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ആത്മാവിനെ, സ്വന്തം മനസ്സിൻ്റെ ദുഷ്ചിന്തകളിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കലാണ് വലിയ ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരുത്തം ഇന്ന മതത്തിൽ ജനിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് അവൻ ശത്രുവായിട്ട്, അവനെ പൂർണ്ണമായി ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയൊന്നും ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങളെ തകർക്കൽ, കലഹം വളർത്തൽ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി അങ്ങ് ഇടിഞ്ഞു വീഴുകയാണ്. അവൻ ഞങ്ങളെ ആക്ഷേപിച്ചു, മതപരമായിട്ട് ആക്ഷേപിച്ച്, അങ്ങനെ ആക്ഷേപിച്ച്, ഇങ്ങനെ ആക്ഷേപിച്ച്. എടോ, ഇതൊക്കെ കാണുന്നുണ്ട് പടച്ചോനും. നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒരു ആക്രമണത്തിൻ്റെ മുന്നിൽ കണ്ട 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിനക്ക് കൈ കൊണ്ട് തടയാൻ പറ്റുമോ, നീ കൈ കൊണ്ട് തടയണം, തടഞ്ഞേ പറ്റുള്ളൂ. ഇനി നിനക്ക് അതിന് സാധിച്ചില്ല, നീ വാക്കുകൊണ്ട് തടയണം. കാരണം മറ്റവൻ്റെ കൈ കൊണ്ട് തടയാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പല്ലിടിച്ച് പറിക്കും. ഓക്കെ, ശരി, വാക്കുകൊണ്ട് തടയാം. നീ വാക്കുകൊണ്ട് തടഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വന്ന് വീണ്ടും ഇടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, മനസ്സുകൊണ്ട് വെറുക്കാം, മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം. അതുപോലെ തന്നെ സ്ത്രീകളെ ആക്ഷേപിക്കൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളെ പരസ്യമായിട്ട് അങ്ങ് ആക്ഷേപിക്കൽ. താടിയും വെച്ച് വലിയ തലപ്പാക്കട്ടം കെട്ടി വെള്ളം ഇട്ടുകൊണ്ട് വന്നിരുന്നു സ്റ്റേജുകളിൽ കയറുന്ന സ്ത്രീകളെ അങ്ങ് അടച്ചാക്ഷേപിക്കുക. സ്ത്രീകളില്ലാതെ ഈ ലോകത്തൊരുത്തം ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെയൊന്നും സ്ത്രീകളെ ആക്ഷേപിക്കുന്ന കാര്യമൊന്നുമില്ല. ഒരുപാട് നല്ല രീതിക്കൊക്കെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരാളെ കണ്ടുകൊണ്ട് എല്ലാവരും വിലയിരുത്തില്ല. അതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. നിങ്ങൾ ചിലരെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ മറ്റുള്ളൊരു മതത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ കണ്ടുകൊണ്ട് നിങ്ങളും വിമർശിക്കല്ലേ. അവർ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ ചെയ്ത് അവർ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രശ്നങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, മതത്തെ ഒരു പേടിയുടെ ഒരു സിസ്റ്റമാക്കി മാറ്റുന്ന രീതി, ദ്രോഹം, സത്യം പറയുന്നതൊക്കെ അത് ഫിത്നയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സന്ദേശങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ്. ഇത്ര സന്ദേശങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സന്ദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം, പക്ഷേ അത് ജീവിതത്തിൽ പാർത്തു. പിന്നെ കുറേ ചടങ്ങുകളുണ്ട്. ഇതിൻ്റെതായിട്ടുള്ള മതപരമായിട്ടുള്ള കുറേ ചടങ്ങുകളുണ്ട്. ലോകത്താരും കണ്ടിട്ടില്ലാത്ത കുറേ ചടങ്ങുകളുണ്ട്. എന്താണ്, സ്വയം ഉപദ്രവിക്കുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, കുറേ ടീമുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുക, ചാട്ടവാറൊക്കെ കെട്ടി അങ്ങോട്ടടി ഇങ്ങോട്ടടി, തീക്കാത്തൂടോട്ടം, കുറേ കുത്തിമറിയലിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ ഗരുഡൻ തൂക്കമൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ സംവിധാനമൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്വയം ശരീരം കുത്തിമുറിച്ചുകൊണ്ട് ഭക്തി പ്രകടിപ്പിക്കൽ എന്താചാരമാണ്. യുവമാരിനി എനിക്ക് തോന്നുന്നു യുവമാരി വല്ല അസുര കണക്കിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആൾക്കാരെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ അസുരന്മാർ പോലും ഒരിക്കലും സ്വയം ഉപദ്രവിക്കത്തില്ല. ഈ അസുരന്മാർ കാണിക്കാത്ത രീതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യനെ പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. ചോദ്യമില്ല, അനുസരിച്ചാൽ മതി. ഇല്ല, പോലീസുകാർ പറയുമ്പോൾ പറയുന്നത്, പോലീസുകാർ നമ്മൾ സ്റ്റേഷനെ വിളിച്ചുകൊണ്ട് പറയുമല്ലോ, ഇങ്ങോട്ടൊന്നും പറയണ്ട, പറയുന്നത് അങ്ങോട്ട് കേട്ടാ, ചോദിക്കുന്നതിന് മാത്രം മറുപടി. അതുപോലെ യുവമാർ പറയുന്നത് ചോദ്യമൊന്നും പാടില്ല, പറയുന്നത് അങ്ങോട്ട് തരും. ഞാൻ ഒരു ഗുളിക കണക്ക് ഓരോന്ന് അങ്ങോട്ട് പറഞ്ഞു തരും. അത് തൊടാന്ന് വിജയിക്കണം. സംശയം വല്ലതും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ ഇങ്ങോട്ട് ചോദിക്കേണ്ട. ഈ മതത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ എന്താ അവർ വിചാരിക്കുന്ന അറിയാം? വലിയ എന്തോ ഭീകരനായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യോമാർ ഇത്ര കാലമായിട്ട് ഇവിടെ കുഞ്ഞുങ്ങൾ തൊട്ട് വലുത് വരെയുള്ള ആൾക്കാർക്ക് മതം പഠിപ്പിച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ അള്ളാഹു എന്ന് കേട്ട് കഴിഞ്ഞാൽ വലിയ എന്തോ ഭീകരൻ. ഇപ്പോൾ ഇവിടെ കാണുന്ന പൊട്ടിത്തെറിക്കുന്ന ഭീകരന്മാരൊക്കെ ഇത് ചേർന്നത്. ഇനി വലിയൊരു ഭീകരനുണ്ട്, ഒരിക്കലും പൊട്ടിത്തെറിക്കാത്തൊരു ഭീകരൻ ഈ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഇതൊക്കെ? ഒരു കാരുണ്യത്തെ നിങ്ങൾ കാണിച്ചു വെച്ചതാണ്. പിന്നെ കുറേ അറപ്പുളവാക്കുന്ന കുറേ ആചാരങ്ങളുണ്ട്.
ദുആ ചെയ്യുക, പച്ചവെള്ളത്തിൽ ഊതി കുടിക്കുക, ചായ പോലും ഊതി കുടിക്കലെന്ന് പറഞ്ഞ മതത്തിൽ പച്ചവെള്ളം എടുത്ത് ദുആ ചെയ്ത് ഊതി കുടിക്കൽ കൊള്ളാം. പറയാനാണെങ്കിൽ ഇനിയും ഉണ്ട് ഒരുപാട് ആയിരക്കണക്കിന് അനാചാരങ്ങളുണ്ട് ഈ മതത്തിൽ. ഇപ്പോൾ ആയിരക്കണക്കിന് അനാചാരങ്ങൾ പറഞ്ഞാൽ തീരാത്ത രീതിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ശബ്ദത്തെ കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക, ഇതൊന്നും ഇതില്ല, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതില്ല, ഇതിലുള്ള കാര്യങ്ങൾ വേറെയാണ്. അതൊന്നും നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിയിട്ടില്ല. ഇന്ന് കാലം എത്രത്തോളം വളർന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിവുകൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് എങ്കിൽ അത് കാലം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാലം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ തടയണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാലം അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചുകൊണ്ടിരിക്കും. അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ മാത്രം തയ്യാറായി മതി. രണ്ട് കാര്യം: ഒന്ന്, അറിയാനുള്ള മനസ്സുണ്ടാവുക. അപ്പോഴേക്കും കാലം അപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിച്ചു തരും. അതിനെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകുക. ഇനി സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ അതിൽ നിന്ന് അകലം പാലിക്കുക. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ ഒരു വീഡിയോ, ഈ ഒരു സന്ദേശം മറ്റുള്ളവരും കൂടെ അറിയേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. നന്ദി.